വളരെ ചെറുപ്രായത്തിൽ തന്നെ ഏർലി 20s തന്നെ എൻഡോമെട്രിയോസിസ് വരുന്ന കേസുകളിൽ ഭാവിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക ഡോക്ടറെ, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക, ഫെർട്ടിലിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാവുമോ, എൻഡോമെട്രിയോസിസ് എവിടെയാണ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ്. ഓവറിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് AMHന്റെ വാല്യൂ, അതായത് ഓവത്തിന്റെ റിസർവ്ഡ് ആയിട്ടുള്ള ഓവത്തിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓവുലേഷൻ കറക്റ്റ് നടക്കുന്നുണ്ടാവാം, പക്ഷേ എഗ്ഗിന്റെ ക്വാളിറ്റി ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും സർജറി ഒക്കെ കഴിഞ്ഞ കേസുകളിൽ. ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെൻഡൻസി ആണ് എൻഡോമെട്രിയോസിസിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓവറി, യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, പിന്നെ നമുക്ക് അതിനടുത്തുള്ള പല ഓർഗൻസ്, ബ്ലാഡർ ആവട്ടെ, റെക്റ്റ് ആവട്ടെ, ഇതിലൊക്കെ പോയിട്ട് കുടലുകളിലൊക്കെ പോയിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും സിവിയർ കേസസിലൊക്കെ. ഈ ഫലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ആവുന്നത് വഴി ഓവുലേഷൻ കറക്റ്റ് എത്താത്തയും ഫെർട്ടിലൈസേഷൻ നടക്കാത്തയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. പിന്നെ എൻഡോമെട്രിയോസിസ് യൂട്രസിന്റെ മസിൽസിന്റെ ഉള്ളിൽ വളരുന്നതിനാണ് അഡിനോമയോസിസ് എന്ന് പറയാം. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അനാട്ടമിയിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. ഈ ട്യൂബും എല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് അവിടെ യൂട്രസിന്റെ കറക്റ്റ് ഷേപ്പ് ആൻഡ് സൈസിൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, ബൾക്കി യൂട്രസ് ഒക്കെ ആവാം. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ നടന്ന് അത് ഇംപ്ലാന്റ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവാം. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ ആണ്, ഒരു നീർക്കെട്ടാണ് അവിടെ നടക്കുന്നത്. അത് തന്നെ നമുക്ക് ഈ ഫെർട്ടിലൈസേഷനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ സിവിയർ കേസസിലൊക്കെ ഈ ഒട്ടിപ്പിടിക്കൽ പോയിട്ട് ബ്ലാഡറിലൊക്കെ പോയിട്ട് ഒട്ടിപ്പിടിക്കുന്ന വഴി നമുക്ക് മൂത്രം ഒഴിക്കാൻ പോകുമ്പോഴും അതുപോലെ മോഷൻ പാസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലുള്ള വേദനയും കാര്യങ്ങളൊക്കെ വരാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻഡോമെട്രിയോസിസ് കേസുകളിൽ ഇൻഫ്ലമേഷൻസ് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിനുശേഷം ഫെർട്ടിലൈസേഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എഗ്ഗിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും AMHന്റെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാനുള്ള മെഡിസിൻസ് എടുക്കുക. എൻഡോമെട്രിയോസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഫോളോ ഫോർ മോർ.